അമ്മുക്കുട്ടി, നമുക്ക് അമ്മുക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ നോക്കിയാലോ? ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യമേ അമ്മുക്കുട്ടിയുടെ ബാഗ്. നാളെ അല്ലേ? അപ്പൊ അമ്മുക്കുട്ടി എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇതാണ് കേട്ടോ അമ്മുക്കുട്ടിയുടെ ബാഗ്. അതിന്റെ അൺബോക്സിങ്. ഇത് അമ്മുക്കുട്ടിയുടെ പുതിയ പൗച്ചാണ്. ഇതൊന്ന് തുറന്നു കാണിച്ചമ്മു. അമ്മു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ട, പെൻസില്, സ്കെയില്, ഇറേസർ, ഷാർപ്പനർ, ഇത്ര സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ അമ്മുക്കുട്ടി സ്കൂളിൽ പോകും. പാറു വിഷമിച്ചിരിക്കുന്നുണ്ടോ? എന്താണെന്നറിയാവോ? വന്നിട്ടില്ല. സാരമില്ല, നമുക്ക് നാളെ എടുക്കാം. ബോട്ടിൽ വന്നു, ബാഗ് വന്നില്ല. ആണോ? ഇനി അടുത്ത് വേഗം കാണിക്കേ, ഇനി കാണിക്കേ. ഇനി എന്തൊക്കെയുണ്ട് അമ്മുക്കുട്ടി ബാഗിനകത്ത്? അതിലെന്തൊക്കെയാ? അതെ, കണ്ടോ, ഇത് കുറേ ടവൽസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പാറുകുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കോട്ടൺ ടവൽ നോക്കി മേടിച്ചാണ്. മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ വെക്കാൻ. പിന്നെ അതെ അമ്മുക്കുട്ടിയുടെ ക്രയോൺസ്. ഓക്കെ, നീ കാണിച്ചേ അമ്മു. ദേ ക്രയോൺസ്. ഓക്കെ, പിന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട് അമ്മു? അതിനകത്ത് എത്രയൊക്കെ ഉള്ളോ? പിന്നെ ബുക്കെല്ലാം റാപ്പ് ചെയ്ത് സെറ്റാക്കി. ബുക്ക് റാപ്പ് ചെയ്തില്ല കേട്ടോ. ഇത്തവണ അമ്മുക്കുട്ടിയുടെ സ്കൂളിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബുക്കിൻ്റെ ബൈൻഡായിരുന്നു കേട്ടോ ഉള്ളത്. അതുകൊണ്ട് അമ്മൂന് ബുക്കൊന്നും പുതിയുണ്ടാകും. ഇത് ദേ അമ്മുക്കുട്ടിക്ക് മേടിച്ച ഒരു കുട്ടി വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യമേ മേടിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ബുക്കും ബാഗൊക്കെ അല്ല, ബുക്സൊക്കെ കാണും. എല്ലാം എടുക്കണ്ട. ഇത് അമ്മുക്കുട്ടി തന്നെ എഴുതി കേട്ടോ. ഇത് അമ്മുക്കുട്ടിയുടെ ബുക്സ് നമ്മൾ നെയിം സ്ലിപ്പ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കവറ് എക്കോ ഫ്രണ്ട്ലി ആയത് കാരണം റാപ്പ് ചെയ്യണ്ടായിരുന്നേ. പിന്നെ അതെ ഇതെല്ലാം അമ്മുക്കുട്ടിയുടെ ടെക്സ്റ്റാണ്. ഇതെല്ലാം നമ്മൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. എന്തി അമ്മുവിൻ്റെ ബുക്സൊക്കെ എന്തി? ടെക്സ്റ്റൊക്കെ എന്തി? ഇതൊക്കെയാണ് അമ്മുക്കുട്ടിയുടെ ടെക്സ്റ്റ്. മൃദംഗ് ഇംഗ്ലീഷ്, സാരംഗി ഹിന്ദി, പിന്നെ ഇത് ഡ്രോയിങ് ബുക്ക് കേട്ടോ. ഡ്രോയിങ് ബുക്ക്, ഇത് ആക്ടിവിറ്റി ബുക്ക്, പിന്നെ ഇത് മാത്സ്, പിന്നെ ഇതൊക്കെ നോട്ട് ബുക്സ്. ഇത്ര ഉള്ളേ അമ്മുൻ്റെ. പിന്നെ ദേ തലയിൽ കെട്ടാനായിട്ട് ഹെയർ ബാൻഡ് വാങ്ങിയിട്ടുണ്ട്, പൊട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സോക്സ് ആണ് കേട്ടോ. ഇത് 3 പേരുണ്ടായിരുന്നു, ഒരു പേർ പൊട്ടിച്ച് വെച്ചു നാളെ ഇടാനായിട്ട്. പിന്നെ ദേ ഈ ഒരു ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട് അമ്മൂനും പാറുവിനും വാങ്ങി കേട്ടോ. അമ്മൂനും പാറുവിനും സ്കൂളിൽ വെക്കാനായിട്ട് വാങ്ങി. പിന്നെ ദേ സ്കെച്ച് പെൻസ് വാങ്ങിയായിരുന്നു, വൈറ്റ് ബോർഡ് മാർക്കർ വാങ്ങി. പിന്നെ ഇത് സാധാ മാർക്കറാണ് നെയിം സ്ലിപ്പിൽ എഴുതാനായിട്ട്. ഓക്കെ. പിന്നെ അമ്മൂന് ഈ ഒരു പെൻസിലാണ് കേട്ടോ നമ്മളെപ്പോഴും വാങ്ങാറുള്ളത്. ഇത് നല്ല ഡാർക്കാണ്, ക്യാംലിൻ്റെ സുപ്രീം HD പെൻസിൽസ്. ഇത് സൂപ്പറാണ്, മേടിച്ചോ എല്ലാവരും. പിന്നെ പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഗൈസ്, സമയം ഒട്ടും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ലഞ്ച് ബോക്സ് ഒന്ന് കാണിച്ചേ അമ്മു. അമ്മുക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ. ഓക്കെ, ലഞ്ച് ബാഗ് എടുക്ക. ഇത് അമ്മുക്കുട്ടിയുടെ ലഞ്ച് ബാഗ്. പെട്ടെന്ന് തുറക്ക്, സമയമില്ല, ഇപ്പം മെമ്മറി തീരും. നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. പെതുക്കെ ഇതിനകത്ത് ഇതുപോലൊരു കുഞ്ഞു പാത്രമുണ്ട്, സോസും എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ അതേണ്ടത് ഇതെല്ലാം സ്റ്റീലാണ് കേട്ടോ അകത്ത്. പിന്നെ ഇതേപോലെ ഒരെണ്ണം. ഇത് കണ്ടോ കണ്ടോ ഞങ്ങളുടെ സ്പൈക്കിനെ കണ്ടോ? സ്പൈക്ക് കണ്ടോ? അവൻ കടിച്ച്
അടങ്ങിയിരിടാ, അവനെ വിടവനെ, അമ്മ വിട. അതിൻ്റെ കൂടെ മൂന്നാമത് ഈ ഒരു പിന്നെ ഇതിൻ്റെ കൂടെ ഫോർക്കും സ്പൂണും ഉണ്ട്. പിന്നെ ഇത് ഒരു പാത്രം കൂടെ ഉണ്ട് കേട്ടോ. ഈ പാത്രം ഓക്കെ. അപ്പോൾ അമ്മുക്കുട്ടിക്ക് നേരത്തെ പിടിച്ച പാത്രങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വാട്ടർ ബോട്ടിലുണ്ട് കേട്ടോ. പാറുക്കുട്ടിക്ക് ഈ ടൈപ്പ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പാറുക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പാറുക്കുട്ടി നല്ല കോതാണ്ട ശശിയായിട്ടുണ്ട്. പിന്നെ യൂണിഫോം ഒക്കെ ഉണ്ട്. യൂണിഫോം ഷർട്ട് മാത്രമേ മേടിച്ചിട്ടുള്ളൂ, പിന്നെ ഫോർ വാങ്ങിയിട്ടില്ല. പൊട്ട് ഇതൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെയോ കുറേ ഇറേസറും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പാറുക്കുട്ടി എല്ലാം കൂടെ ഒരു ബാഗിലെടുത്തോണ്ട് വെച്ചു.